ബജറ്റിൽ വോട്ടെടുപ്പ് നടത്തി സർക്കാർ ന്യൂനപക്ഷമെന്ന് തെളിയിക്കാനായിരുന്നു ബിജെപിയുടെ ആദ്യ ശ്രമം. എന്നാൽ സസ്പെൻഷൻ ആയുധമാക്കി കോൺഗ്രസ് ആ ഭീഷണി മറികടന്നെങ്കിലും ആശ്വസിക്കാറായിട്ടില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് എംഎൽഎമാർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചു. 6 പേരെയും സ്പീക്കർ വിളിച്ചു വരുത്തി. എന്നാൽ പാർട്ടിക്കെതിരല്ല, മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന നിലപാട് ചില വിമത എംഎൽഎമാർ സ്വീകരിച്ചു. മുഖ്യമന്ത്രി എംഎൽഎമാരുടെ ശബ്ദം അടിച്ചമർത്തിയെന്ന് ആരോപിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ച വിക്രമാദിത്യ സിംഗിനെ അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങി. വിക്രമാദിത്യയുടെ രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രി സ്ഥാനമാണ് വിക്രമാദിത്യയുടെ ലക്ഷ്യം. അതങ്ങനെ നേരത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആരെങ്കിലും കാലം മാറുന്നുണ്ടോ എന്ന് ഗണിതം വെച്ച് നോക്കാൻ പറ്റുമോ? ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കും. 2 മന്ത്രിമാർ ഉൾപ്പെടെ 7 കോൺഗ്രസ് എംഎൽഎമാർ കൂടി പാർട്ടി വിടുമെന്ന് ബിജെപി അവകാശവാദം ഉന്നയിച്ചു. കോൺഗ്രസ് സർക്കാർ ന്യൂനപക്ഷമായെന്നും ബിജെപി. ഇതിനിടെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു രാജ്യസന്നദ്ധത അറിയിച്ചുവെന്ന് വാർത്തകൾ പ്രചരിച്ചെങ്കിലും അത് നിഷേധിച്ച് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. ഹിമാചൽ മന്ത്രിസഭാ യോഗം നാളെ ചേരും. വിമതർ വീണ്ടും ഹരിയാനയിലേക്ക് പോയി. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.